ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ശ്രാവൺ ഗെയിമിങ്ങിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് ഫുട്ബോൾ 25 കളിക്കാനാണ്. ISL വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. ഗൈസ്, ഇൻട്രോ കുറച്ച് സ്പീഡായിപ്പോയി, ക്ഷമിക്കണം. അടുത്ത പ്രാവശ്യം ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് 2025 ഫുട്ബോളാണ്. ഈ ഫുട്ബോൾ എന്ന് വെച്ചാൽ ഞാൻ കളിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളാണ്. ഒത്തിരി നല്ല നല്ല ഫുട്ബോൾ ഗെയിംസ് ഉണ്ട്. ഈ ഫുട്ബോളുണ്ട്, PES ഉണ്ട്, FC ഉണ്ട്, ഒത്തിരി ഉണ്ട്. ബട്ട് എൻ്റെ ഫോണിന് പറ്റുന്നൊരു ഗെയിം എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഗൈസ്, ഫ്രീ ഫയർ വീഡിയോസ് ഇപ്പോൾ വരാൻ സാധിക്കത്തില്ല, ബിക്കോസ് ഓഫ് ഫോണിൻ്റെ പ്രശ്നം തന്നെ. അപ്പോൾ ഫോണിന് പന്നലായതുകൊണ്ടാണ് ഫുട്ബോൾ വീഡിയോസ് വരാത്തത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ മാച്ച് കൊൽക്കത്തയുടെ കൂടെയാണ്. നമ്മൾ ഒരു വീഡിയോക്കകത്ത് മാക്സിമം 2 മാച്ചുകൾ കളിക്കാൻ നോക്കും. മാച്ചിലെ ഹെഡ്ലൈൻസ് മാത്രമേ ഞാൻ മാച്ചിലെ ഗോൾ അടിക്കുന്ന ചാൻസസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, എനിക്ക് ബോൾ കിട്ടി, പിന്നെ നേരെ സാഞ്ചസ് എന്ന് പറയുന്ന ഒരുത്തിനോട് എടുത്ത് അവൻ ഗോൾ അടിച്ചു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അസിസ്റ്റ് ഗൈസ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ അസിസ്റ്റ് ഗൈസ്. ഇത് കറക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിലെ പ്ലെയേഴ്സ് അല്ല കേട്ടോ ഗൈസ്. ഇത് ബ്ലാസ്റ്റേഴ്സിലെ പ്ലെയേഴ്സ് അല്ല. ഈ ഗെയിം സ്വിച്ച് ആക്കിയിട്ട് കേരള പ്ലേയേഴ്സാണ്. പിന്നെ ഞാൻ മാറ്റാനും നിന്നില്ല, എനിക്ക് മടിയായി. എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണെങ്കിൽ കുത്തിയിരുന്ന് മാറ്റണം. അപ്പോൾ ഗൈസ്, ഞാൻ മാറ്റണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. പിന്നെ ഞാൻ ഡ്രിബിൾ ചെയ്തൊക്കെ പോകുന്നുണ്ട്, ഒരു ഷൂട്ട് അടിച്ചു പറ്റിയില്ല. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ അസിസ്റ്റ് വേണമെങ്കിൽ പറയാം. എൻ്റെ റിഫ്ലക്ഷൻ എടുത്ത് നേരത്തെ ഗോൾ അടിച്ചവൻ തന്നെ ഗോൾ അടിച്ചു. പിന്നെ ഒരു കോർണറായിരുന്നു, ആ കോർണർ പോയി പിന്നെ ഒരു കോർണർ എടുത്ത്. പിന്നെ ഇതിനകത്തൊക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ കോർണർ കഴിഞ്ഞ് വേറെ അധികമൊന്നും നടന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് ആയി ഗൈസ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഞാൻ ഡിഫൻഡർ ഒന്ന് സബ് ഇറക്കി. ഹക്കു എന്ന് പറയുന്ന ഒരുത്തനെ, എനിക്ക് ഇതിനകത്ത് പേരെന്ന് പറഞ്ഞൂടാ, പേരൊക്കെ പഠിക്കണം. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള കുറച്ച് ആൾക്കാരുടെ പേരെഴുതണം ഗൈസ്. ഇതാ ഞാൻ കൊണ്ടുവന്നു. ഓ മൈ ഗോഡ്, റെയിൻബോ ഒക്കെ അടിച്ചിട്ട് കൊണ്ടുപോകണം ഗൈസ്. ഗോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, സിമ്പിൾ. ഒരു മറ്റേ കോൾഡിൻ്റെ ഏതൊരു പേരുണ്ടല്ലോ, കോൾഡ് എന്ന് പറയുന്ന ആ പ്ലെയറിൻ്റെ സെലിബ്രേഷൻ ഇട്ട് നമ്മുടെ ആദ്യത്തെ ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അടുത്ത റെയിൻബോ അടിച്ചിട്ട് നമ്മൾ കയറിപ്പോവാണ്. ഒരു ത്രൂ ടൂടെ ഗൈസ്. ഗോൾ അടിക്കാൻ നോക്കി, ത്രൂ ഇട്ട് കൊടുക്കാതെ ഞാൻ ഗോൾ അടിക്കാൻ നോക്കി. സെൽഫിഷ് പ്ലെയർ. അപ്പോൾ എനിക്ക് അടുത്ത ചാൻസ് കിട്ടി. അടുത്ത ചാൻസിൽ ഞാൻ കയറിപ്പോയി അടിക്കാനുള്ള പ്ലാനാണ്. എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്ലോ ആയതുപോലെ ഡിഫൻഡർ കയറിപ്പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഡിഫൻഡറെ പറ്റിച്ചേന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ഒരു നല്ലൊരു ത്രൂ ഇട്ട് കൊടുത്തതാണ്. പക്ഷേ ആ പൊട്ടൻ ഹെഡ് അടിച്ചില്ല. സാഞ്ചസ് പൊട്ടൻ. അപ്പോൾ ഗൈസ്, ആ ഒരു ചാൻസ് പോയി. പിന്നെ നമുക്കൊരു കോർണർ ചാൻസ് ആണ്. അപ്പോൾ കോർണർ എടുത്തു, ഗോൾ ഗൈസ്. ഹാട്രിക് എടുത്തവൻ. ഓക്കെ ഗൈസ്, അപ്പോൾ സാഞ്ചസ് എന്ന് പറയുന്ന ഇവൻ ഹാട്രിക് എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലെയർ ഹാട്രിക് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഈസി മോഡാണെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത മാച്ച് തൊട്ടാണ് ഞാൻ ഡിഫിക്കൽട്ടി മോഡ് ഇടുന്നത്. ഞാൻ ഈസി മോഡിലിട്ടാണ് കളിച്ചത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫോർ ഫണ്ണ് ഈസി മോഡിലിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് ഇത്ര സിമ്പിളായിരിക്കും. 4 ഗോളൊക്കെ ഈസി ആയിട്ട് കയറി. കുറച്ച് ഡിഫിക്കൽട്ടി കൂട്ടിയിടാം ഗൈസ്. നമുക്കൊരു മീഡിയത്തിലാണ് ഞാൻ അടുത്ത ഡിഫിക്കൽട്ടി ഇടാൻ പോകുന്നത്. മാക്സ് ആക്കിയില്ല, ഞാൻ ആക്കണം ഗൈസ്. മാക്സ് ആക്കിയിട്ടായിരിക്കും ഇനി അടുത്ത വീഡിയോ വരുന്നത്. എന്തായാലും ഞാൻ ഈസി മോഡിട്ട് കളിക്കുന്നില്ല. ഈസി മോഡിട്ട് കളിച്ചാൽ എന്തായാലും കുറച്ച് ബോറായിരിക്കും, എപ്പോഴും നമ്മൾ തന്നെ ജയിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, രണ്ടാമത്തെ പൊസിഷനിൽ കൊച്ചി ഉണ്ട്, നമ്മളാണ് ഫസ്റ്റ്. കൊച്ചിയായിട്ട് കളിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇതിൽ കൊച്ചിയുടെ ടീമായിട്ട് കളിക്കാം. ഓക്കെ, ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്കോർസ് നോക്കുകയാണെങ്കിൽ, ടോപ്പ് സ്കോർസ് നോക്കുകയാണെങ്കിൽ നമ്മൾ 4ാം സ്ഥാനത്തുണ്ട്. ഹാട്രിക് എടുത്ത് സാഞ്ചസ് ഉണ്ട്. പിന്നെ നമ്മൾ അസിസ്റ്റിൽ 1 ആണ്. ഒറ്റ അസിസ്റ്റ് കൊടുത്ത് 1-2 അസിസ്റ്റ് കൊടുത്ത് നമ്മൾ ലീഡാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഡിഫിക്കൽട്ടി കൂട്ടിയിടാൻ പോകണം. ഓക്കെ ഗൈസ്, ഒരു മീഡ് ആക്കി നമ്മൾ മാക്സ് ആക്കാം ഗൈസ്. മാക്സ് ആക്കാം. മീഡിയിട്ട് കളിക്കാമെന്ന് വെച്ച് ഞാൻ ഈ ഗെയിം അപ്ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ പണ്ട് ഈ ഗെയിം കളിക്കുമ്പോൾ ഞാൻ മീഡിയിട്ട് കളിക്കുന്നത് നല്ല വിഷയം കളിയാണ്. അപ്പോൾ ഞാൻ മീഡിയിട്ട് തന്നെ കളിക്കാമെന്ന് വെച്ച്. ബാംഗ്ലൂരാണ് അടുത്ത നമ്മുടെ എതിരാളിയല്ല. ഇനി ഓക്കെ, ടീമല്ലല്ലോ, എന്താ പറയുന്നത്, ബാംഗ്ലൂർ ടീമിലൂടെ അടുത്ത് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, കേരള വിസസ് ബാംഗ്ലൂരു നമ്മൾ
തോറ്റ മാച്ച് സെമി ഫൈനൽസിൽ തോറ്റ മാച്ച് നമ്മൾ ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ പോവാണ്. ജയിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ജയിക്കും ഗൈസ്. ഞാൻ ഭയങ്കര പ്രോ ആയതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. അപ്പോൾ ഗൈസ് കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു മിസ് പാസും കൊടുത്തു. അടുത്ത പാസ് സ്റ്റൂട്ടൺ കിൽന ടു ശ്രാവൺ ടു ശ്രീകുട്ടൻ VS മലയാളി പ്ലെയർ ആണെന്ന് തോന്നുന്നു. ശ്രീകുട്ടൻ VS. അപ്പോൾ ശ്രീകുട്ടൻ VS ടു ശ്രാവണിൻ്റെ ഒരു ത്രൂ ഗോൾ. സാഞ്ചസ് അടുത്ത ഗോൾ അടിച്ചു ഗെയ്സ്. അപ്പോൾ നല്ലൊരു പാസിങ് ആയിരുന്നു. ശ്രീകുട്ടൻ ടു ശ്രാവൺ ടു സാഞ്ചസ്. ഓക്കെ, ഐഷോ സ്പീഡിൻ്റെ സെലിബ്രേഷൻ ഇട്ടു. ഇപ്പോൾ സെൽഫ് ഗോൾ അറിയാനേ ഗൈസ്. അവരുടെ ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. നല്ലൊരു ഡിഫൻഡ് റീഫ് സാഞ്ചസിൻ്റെ ഒരു ത്രൂ മിസ് പാസ് ഞാൻ എടുത്തു. ഷൂട്ട് അടിക്കാൻ നോക്കി ഗൈസ്, ഫൗൾ. നമുക്കൊരു പെനാൽറ്റി കിട്ടി. നമ്മളായിരിക്കും എടുക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളാണ് ക്യാപ്റ്റൻ. പിന്നെ എന്താ നമ്മളല്ലേ എടുക്കുന്നേ? നമ്മളായിരിക്കും ഗൈസ് എടുക്കുന്നത്. നമുക്ക് ഫൗൾ ചെയ്തു ഗൈസ്. പെനാൽറ്റി, അഹങ്കാരം, അത് തന്നെ. ഓക്കെ ഗൈസ്, എൻ്റെ ഒരു ഷൂട്ടാണ്. ഞാൻ പെനാൽറ്റി മിസ് ചെയ്തില്ല. എനിക്കറിയാം ടോപ്പ് കോർണർ മിസ് ചെയ്തില്ല. റൈറ്റ് ടോപ്പ് കോർണർ ആയിരിക്കത്തില്ല, റൈറ്റ് ടോപ്പ് കോർണർ ആണ് എൻ്റെ അർത്ഥം. ആണെന്ന് തോന്നുന്നു. എനിക്ക് ഫുട്ബോളിനെ പറ്റി അധികം അറിഞ്ഞൂടെ ഗൈസ്. നമ്മൾ ക്രിക്കറ്റിൽ അതെന്ത് സെലിബ്രേഷൻ എന്തായാലും ആയിക്കോട്ടെ. ബട്ട് നമ്മൾ റൈറ്റ് ടോപ്പ് കോർണർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. റൈറ്റ് ഇല്ലേ? ആണ് റൈറ്റ് ടോപ്പ് കോർണർ. എന്താ ഷോട്ട് വിഷയല്ലേ ഗൈസ്. ഞാൻ പൊളിയല്ലേ? ഞാൻ തന്നെ പറയുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമിലെ ആദ്യത്തെ റെഡ് കാർഡ്. ഓക്കെ, നമ്മുടെ ടീമിലെ ആദ്യത്തെ റെഡ് കാർഡ് സാഞ്ചസിൻ്റെ ത്രൂ ശ്രീകുട്ടൻ ടു ശ്രാവൺ. നല്ലൊരു ഓപ്പൺ ചാൻസ് ആയിരുന്നു ഗൈസ്, മിസ്സാക്കി. ഗൈസ് അത് നോക്ക്, അതെന്തോ കാണിച്ചേ ഗൈസ്. സെൽഫ് ഗോൾ അടിച്ച് കയറ്റി ഗൈസ്. ഞാൻ തൊട്ടിട്ടില്ല, സെൽഫ് ഗോൾ അടിച്ച് കയറ്റി. അപ്പോൾ ശ്രാവൺ ഗൈസ് ഞാൻ വന്നോന്ന് എന്തോ കാണിക്കുന്നേ ഗൈസ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റെഡ് കാർഡ്. നമ്മുടെ ടീമിൽ 2 റെഡ് കാർഡായി. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരം കണ്ടായിരുന്നല്ലോ, അത് ഓരോ രണ്ടാമത്തെ ഓപ്പൺ ചാൻസ് ആണ് കളയുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ മാച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോറി ഗൈസ്, ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, ബൈ.